ഏവർക്കും ലീഡ് ഐഎസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യ 99-ാം സ്ഥാനത്ത്. എംപവർ ടുബാക്കോ കൺട്രോൾ പദ്ധതിയുമായി ലോകാരോഗ്യ സംഘടന. AI ചാറ്റ്ബോട്ടുമായി സുഗമ്യ ഭാരത് ആപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ അനിമൽ ഓവർപാസ് കോറിഡോർ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ. 0 ഡോസ് കുട്ടികളുടെ എണ്ണത്തിൽ നൈജീരിയയ്ക്ക് തൊട്ടുപിന്നിലായി 2-ാം സ്ഥാനത്ത് ഇന്ത്യ. അസമിൽ 24 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ ഇലകൾ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറിയായി ആറളത്തെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യ 99-ാം സ്ഥാനത്ത്. ആദ്യ 100 സ്ഥാനങ്ങളിൽ ഇന്ത്യ ഇതാദ്യമായാണ് സ്ഥാനം നേടുന്നത്. ഭൂമിയെ രക്ഷിക്കുന്നതിനായി 2015 യുണൈറ്റഡ് നേഷൻസ് 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് രൂപം നൽകിയത്. 2030 ആകുമ്പോഴേക്കും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിന് തുടക്കമിട്ടത്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ട റാങ്കിംഗ് ആണ് സുസ്ഥിര വികസന സൂചിക. ഇതിൽ 0 മുതൽ 100 വരെയുള്ള പോയിന്റിൽ മുഴുവൻ പോയിന്റും കൈവരിക്കുക എന്നത് ഒരു രാജ്യം 17 ലക്ഷ്യങ്ങളും നേടി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. 0 എന്നാൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നും അർത്ഥമാക്കുന്നു. ഇത്തവണ 193 രാജ്യങ്ങളുടെ പട്ടികയിൽ 67 പോയിന്റുമായാണ് ഇന്ത്യ ആദ്യ 100 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത്. എംപവർ ടുബാക്കോ കൺട്രോൾ പദ്ധതിയുമായി ലോകാരോഗ്യ സംഘടന. ഡുബ്ലിനിൽ വെച്ച് നടന്ന വേൾഡ് കോൺഫറൻസ് ഓൺ ടുബാക്കോ കൺട്രോൾ ആണ് പദ്ധതി ആവിഷ്കരിച്ചത്. 2003 ലോക ആരോഗ്യ സംഘടന ലോകമെമ്പാടും പുകയില നിയന്ത്രണത്തിനായുള്ള ഫ്രെയിംവർക്ക് കൺവെൻഷൻ കൊണ്ടുവരുന്നത്. പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടി കൂടിയായിരുന്നു അത്. ഈ പദ്ധതിയുടെ ഭാഗമായുള്ള മോണിറ്റർ, പ്രൊട്ടക്ട്, ഓഫർ, വാൺ, എൻഫോഴ്സ്, റേസ് എന്നിങ്ങനെ പ്രായോഗികവും ചിലവ് കുറഞ്ഞതുമായ 6 നടപടികൾ ഉൾപ്പെടുന്ന ഒരു സാങ്കേതിക സഹായ പാക്കേജാണ് എംപവർ. 2008 എംപവർ നിലവിൽ വരുന്നത്. 2025 അയർലൻഡിലെ ഡുബ്ലിനിൽ വെച്ച് നടന്ന വേൾഡ് കോൺഫറൻസിൽ ലോക നേതാക്കൾ എംപവർ നടപടികളോടുള്ള ആഗോള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. കുറഞ്ഞത് ഒരു എംപവർ നയം എങ്കിലും സ്വീകരിക്കാൻ രാജ്യങ്ങളോട് കോൺഫറൻസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. AI ചാറ്റ്ബോട്ടുമായി സുഗമ്യ ഭാരത് ആപ്പ്. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ ആപ്പ്. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന് കീഴിലുള്ള വികലാംഗ ശാക്തീകരണ വകുപ്പ് 2021 ആരംഭിച്ച മൊബൈൽ പ്ലാറ്റ്ഫോമാണ് സുഗമ്യ ഭാരത് ആപ്പ്. പൊതു ഇടങ്ങൾ, ഗതാഗതം എന്നിവിടങ്ങളിൽ വികലാംഗരും മുതിർന്ന പൗരന്മാരും നേരിടുന്ന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിലെ 10ഓളം ഭാഷകളിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് ഈ ആപ്പിനെ ജനപ്രിയമാക്കുന്നത്. ആൻഡ്രോയിഡ്, iOS എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഈ ആപ്ലിക്കേഷൻ ഇതുവരെ 1 ലക്ഷത്തോളം പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപയോക്താക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം ഉത്തരം നൽകുക, ഇതിന്റെ ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്തിടെയാണ് AI പവേർഡ് ചാറ്റ്ബോട്ട്സ് കൂടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ അനിമൽ ഓവർപാസ് കൺട്രോൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ ചുമതല. വനമേഖലകളിൽ വന്യജീവികളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനായി പ്രകൃതിദത്തമായോ മനുഷ്യനിർമ്മിതമായോ ഉള്ള പാതയാണ് വന്യജീവി ഇടനാഴി അഥവാ വൈൽഡ് ലൈഫ് കോറിഡോർ. ആനകൾ, പുള്ളിപ്പുലികൾ, കടുവകൾ, കരടികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഇന്ത്യയിലെ വന്യജീവി ഇടനാഴികൾ നിർണായകമാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് നാഷണൽ ഹൈവേയിൽ വൈൽഡ് ലൈഫ് കോറിഡോർ നിർമ്മിക്കുന്നത്. ഇതുവഴി വാഹനങ്ങളുടെയും മൃഗങ്ങളുടെയും യാത്ര തടസ്സമില്ലാതെ നിയന്ത്രിക്കാമെന്നതാണ് പ്രത്യേകത. 500 മീറ്റർ നീളമുള്ള 5 ഓവർപാസുകളും 1.2 കിലോമീറ്റർ നീളമുള്ള അണ്ടർപാസുമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. രത്തംബോർ ടൈഗർ റിസർവിലൂടെയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ കടന്നുപോകുന്നത്. 0 ഡോസ് കുട്ടികളുടെ എണ്ണത്തിൽ നൈജീരിയയ്ക്ക് തൊട്ടുപിന്നിലായി 2-ാം സ്ഥാനത്ത് ഇന്ത്യ. ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ലാൻസെറ്റിന്റെ പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtussis വാക്സിൻ അല്ലെങ്കിൽ മറ്റ് പതിവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും തന്നെ എടുത്തിട്ടില്ലാത്ത കുട്ടികളാണ് 0 ഡോസ് കുട്ടികൾ. ഒരു രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ സേവനത്തിൽ വന്നിട്ടുള്ള വിള്ളലാണ് ആ രാജ്യത്തെ 0 ഡോസ് കുട്ടികളുടെ എണ്ണം എടുത്തു കാണിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ രാജ്യങ്ങളിലെ 0 ഡോസ് കുട്ടികളെ കൃത്യമായി ട്രാക്ക് ചെയ്തു വരുന്നു.
ലാൻസെറ്റ് പ്രസിദ്ധീകരിച്ച പുതിയ ആഗോള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 1.44 ദശലക്ഷം കുട്ടികൾക്ക് 2023 ഒരു പതിവ് വാക്സിനേഷനും ലഭിച്ചിട്ടില്ല. അസമിൽ 24 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ ഇലകൾ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. അസമിലെ മാക്കം കൽക്കരിപ്പാടത്ത് നടന്ന ഗവേഷണത്തിലൂടെയാണ് ഇത് കണ്ടെത്തിയത്. ലക്നൌവിലെ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസിലെ ഗവേഷണ സംഘമാണ് പരിശോധനയിലൂടെ ഈ ഫോസിലുകൾ കണ്ടെത്തിയത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകളുടെ ഫോസിലാണ് ഗവേഷക സംഘത്തിന് ലഭിച്ചത്. ഇത് ഉത്തരേന്ത്യയും പശ്ചിമഘട്ടവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഉഷ്ണമേഖലാ സസ്യജാലങ്ങളായ നെതോബീജിയയുമായി ഈ ഫോസിലുകൾക്ക് ബന്ധമുണ്ട്. അതുപോലെ ഇവയ്ക്ക് നവീന കാലത്തെ സസ്യങ്ങളുമായും സാമ്യമുണ്ട്. പാലിയോലിത്തിക് കാലഘട്ടത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇലകളാണ് ഇവയെന്നും ഗവേഷണ സംഘം കണ്ടെത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറിയായി ആറളത്തെ പ്രഖ്യാപിച്ചു. ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയായി അറിയപ്പെടും. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ആറളം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്ത് കണ്ടെത്തിയ 327 തരം ചിത്രശലഭങ്ങളിൽ 266 തരം ശലഭങ്ങളെ ആറളത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 27 സഹ്യപർവ്വത മേഖലകളിൽ മാത്രം കാണുന്ന അപൂർവ ഇനമാണ്. ആറളം അതിപ്രാധാന്യമുള്ള 1972 വന്യജീവി സംരക്ഷണത്തിന് നിയമത്തിന്റെ 1ാം പട്ടികയിൽ പെടുന്നവയാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ കാണുന്ന ചിത്രശലഭങ്ങൾ സസ്യവൈവിധ്യത്തിന്റെ സൂചകമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ആൽബട്രോസ് ശലഭങ്ങളുടെ വാർഷിക ദേശാടനമാണ് ആറളം വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന ആകർഷണം. അതിനു പുറമെ വിവിധ ഇനം ഡനൈൻ സ്പീഷീസ് ഉള്ള ദേശാടനവും പരിഗണിച്ചാണ് ഈ പ്രഖ്യാപനം. 1984 ആറളം വന്യജീവി സങ്കേതം സ്ഥാപിക്കപ്പെടുന്നത്. 2000 മുതൽ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനം വകുപ്പ് ആറളത്ത് ചിത്രശലഭ സർവേ നടത്തുന്നുണ്ട്. ചിത്രശലഭ സർവേയുടെ 25ാം വാർഷികത്തിലാണ് പുതിയ തീരുമാനം വരുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.